നമ്മുടെ ഇടയിൽ ഡിഫറൻസസും ഉണ്ട്. ഇസ്ലാം പറയുന്നു ജീസസ് പ്രോഫറ്റാണ്. ദൈവമായിട്ട് കൺസിഡർ ചെയ്താൽ, അവരോട് പ്രാർത്ഥിച്ചാൽ പിന്നെ നമുക്ക് മോക്ഷം കിട്ടത്തില്ല. ആ ഏകദൈവത്തിനോട് മാത്രം ചോദിക്കുകയും വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. ഇതൊരു സീരിയസ് മാറ്ററാണ്. നാളെ നമുക്ക് സക്സസ്ഫുൾ ആകണം, പരലോകത്തിൽ നമുക്ക് സക്സസ് കിട്ടണം. അതാണ് നമ്മുടെ രണ്ടുപേരുടെയും ഉദ്ദേശം. രണ്ടും ശരിയാകാൻ ചാൻസ് ഇല്ല, ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ. എവിടെയെങ്കിലും ജീസസ് ക്രൈസ്റ്റ് സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാറൂൺ സേട്ട്. ഞാൻ സ്വദേശം ആലപ്പുഴ, താമസിക്കുന്നത് നോർത്ത് കാരോളൈന, US. ഇന്ന് എൻ്റെ അഡ്രസ്സിൽ ഞാൻ വരുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസക്കാർ, ക്രിസ്ത്യൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവരോടാണ് എനിക്ക് ഇന്ന് എൻ്റെ മെസ്സേജ്. ഞാനൊരു കാര്യം ആമുഖമായിട്ട് പറയുന്നത്, നമ്മൾ ക്രിസ്ത്യൻ ആൻഡ് ഇസ്ലാം, ഈ രണ്ട് മതങ്ങൾ വളരെയധികം സാമ്യമുണ്ട്, വളരെയധികം. നമ്മൾ രണ്ട് കൂട്ടരും മാലാഖമാരെ വിശ്വസിക്കുന്നുണ്ട്, ഏകദൈവം രണ്ട് കൂട്ടരും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യ മതത്തിൽ ട്രിനിറ്റി ഉണ്ടെങ്കിലും ഫൈനലി ഇത് മൂന്നും ഒന്നാണെന്ന് പറയുന്നു, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ രണ്ട് മതങ്ങൾക്കും പുസ്തകങ്ങളുണ്ട്, ഈ രണ്ട് മതങ്ങൾക്കും പ്രോഫറ്റ്സ് ഉണ്ട്. പല പ്രോഫറ്റ്സും, എബ്രഹാം തുടങ്ങി നോവ, പുറകോട്ട് പോയാൽ എബ്രഹാം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ മോസസ്, മോശ എന്ന് പറയുന്ന പ്രവാചകൻ, ഈ ഒരു കുറേയധികം ക്യാരക്ടേഴ്സ് നമ്മൾ രണ്ട് മതങ്ങളിലും നമുക്ക് കാണാം. പിന്നെ പരലോക വിശ്വാസമുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ നന്മ തിന്മ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടരാണ്, രണ്ട് കൂട്ടർ. പക്ഷെ നമ്മുടെ ഇടയിൽ ഡിഫറൻസസും ഉണ്ട്. ഓക്കെ, ആ ഡിഫറൻസസ് വളരെ കുറവാണ്, പക്ഷേ ഇൻറ്റൻസിറ്റിയിൽ ആ ഡിഫറൻസസ് വളരെ വലുതാണ്. നമ്പർ ഓഫ് ഡിഫറൻസസ് കുറവാണ്, എണ്ണത്തിൽ കുറവാണ്, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ സൈസിൽ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻസസ് വളരെ വലുതാണ്. അതിലൊന്നാണ് ഈ ജീസസിനെ കുറിച്ചുള്ള നമ്മുടെ രണ്ട് മതങ്ങളുടെയും ജീസസിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഇസ്ലാം പറയുന്നു ജീസസ് പ്രോഫറ്റാണ്. പക്ഷേ ക്രിസ്തു മതത്തിൽ നമുക്ക് കാണാം ജീസസ് ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ ത്രിയേകത്വം ഫോളോ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ദൈവമാകുന്നു, ബേസിക്കലി ദൈവമാകുന്നു. അപ്പോൾ ജീസസിനെ ആരാധിക്കുന്നുണ്ട്, ജീസസിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ജീസസിനോട് സഹായം തേടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തു മതവിശ്വാസികൾ ചെയ്യുന്നതാണ്. എൻ്റെ ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾ വളരെ എഡ്യൂക്കേഷണലായിട്ട് കൺസിഡർ ചെയ്യണം. ഇത് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് പല ആൾക്കാരും എനിക്ക് പല വീഡിയോകൾ കണ്ടിട്ട് ഡിബേറ്റിന് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ഡിബേറ്റ് കൊണ്ട് ഒരു പക്ഷേ ചിലർക്ക് പ്രയോജനം ഉണ്ടാവാം, പക്ഷേ ഡിബേറ്റ് അധികവും ഈ ആരാണ് ശക്തൻ എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള വഴക്കും വെക്കാനുമാണ് ഡിബേറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എഡ്യൂക്കേഷനാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ, നല്ല തരത്തിൽ കൈമാറാം, പഠിക്കാൻ ശ്രമിക്കാം. ഇതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെയിൻ പ്രോബ്ലം, ഒരു മെയിൻ കാരണം, ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ പിറകിൽ, എൻ്റെ ഈ വീഡിയോൻ്റെ പുറകിൽ ഒരു മെയിൻ കാരണമുള്ളത്, നമ്മൾ ഈ രണ്ട് കൂട്ടരും പറയുന്നുണ്ട് നമ്മുടെ സാൽവേഷൻ, മോക്ഷം, നമ്മുടെ ഈ പരലോക ജീവിതം, അതിൻ്റെ വിജയം, അത് ക്രിസ്തീയ മതവിശ്വാസികൾ പറയുന്നു അത് ജീസസിനെ നമ്മൾ സേവിയറായിട്ട് കണക്കാക്കിയാൽ മാത്രമേ അത് പരലോകത്തിൽ മോക്ഷം കിട്ടുകയുള്ളൂ. ഓക്കെ, പക്ഷേ ഇസ്ലാം പറയുന്നു ജീസസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിയേഷൻ, അവരെ ദൈവമായിട്ട് കൺസിഡർ ചെയ്താൽ, അവരോട് പ്രാർത്ഥിച്ചാൽ പിന്നെ നമുക്ക് മോക്ഷം കിട്ടത്തില്ല. ആ ഏക ദൈവം പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ
ഏകദൈവത്തിനെ മാത്രം വിശ്വസിച്ച് ആ ഏകദൈവത്തിനോട് മാത്രം വർഷിപ്പ് ചെയ്ത് ആ ഏകദൈവത്തിനോട് മാത്രം ചോദിക്കുകയും വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ, നമുക്ക് പരലോക ജീവിതത്തിൽ നമുക്ക് വിജയം കിട്ടുള്ളൂ എന്ന് ഇസ്ലാം പറയുന്നു. അപ്പോൾ ഈ രണ്ട് മതങ്ങളും രണ്ട് ഓപ്പോസിറ്റ് ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു സീരിയസ് മാറ്ററാണ്. കാര്യം ഇതത്ര സിമ്പിൾ കാര്യമല്ല. ഓക്കെ, നമുക്ക് അടി കൂടിയിട്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ഉദ്ദേശം നാളെ നമുക്ക് സക്സസ്ഫുൾ ആകണം, പരലോകത്തിൽ നമുക്ക് സക്സസ് കിട്ടണം. അതാണ് നമ്മുടെ രണ്ടുപേരുടെയും ഉദ്ദേശം, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അടി കൂടിയിട്ടോ അല്ലെങ്കിൽ ഡിബേറ്റിൽ വിജയിച്ചത് കൊണ്ടോ അതുകൊണ്ട് നമ്മുടെ പരലോകത്തിൽ നമുക്ക് മോക്ഷം കിട്ടത്തില്ല, നമുക്ക് സക്സസ് കിട്ടത്തില്ല, അല്ലേ? അപ്പം നമുക്ക് അറിയേണ്ടത് ഇതേതാണ് ശരി. രണ്ടും ശരിയല്ലല്ലോ, രണ്ടും ഓപ്പോസിറ്റ് തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ രണ്ടും ശരിയാകാൻ ചാൻസ് ഇല്ല, ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ. അപ്പോൾ ഏതാണ് ശരി എന്നുള്ളത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഓക്കെ, ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ സോഴ്സിലോട്ട് പോകേണ്ടി വരും. ജീസസ് ക്രൈസ്റ്റ് എന്ത് പറഞ്ഞു? ഓക്കെ, ഇസ്ലാം ഖുർആനിൽ എന്ത് പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് എന്ത് പറഞ്ഞു, പഴയ നിയമത്തിൽ എന്ത് പറഞ്ഞു, ഇത് നമുക്ക് സോഴ്സിൽ പോയാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, കാരണം ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 2026 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് 600 കൊല്ലം കഴിഞ്ഞിട്ട് ഏകദേശം 575-76 കൊല്ലം കഴിഞ്ഞ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പീസ് ബി അപ്പോൺ ഓൾ ഓഫ് ദം, വന്നു. അപ്പോൾ നമുക്ക് പുറകോട്ട് പോയി ആ സോഴ്സ് എടുത്ത് എന്താണ് ദൈവം നമ്മളെ അറിയിച്ചത്, എന്താണ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, എന്താണ് പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞത്, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. അതിനകത്ത് നമുക്ക് നമ്മുടെ ബുദ്ധിയും യൂസ് ചെയ്യേണ്ടി വരും. ബുദ്ധി യൂസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധി മാറ്റിവെച്ച് നമുക്ക് വിശ്വാസം മാത്രം, ബുദ്ധി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെച്ച് വിശ്വാസം മാത്രം ആസ്പദമാക്കി നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. അങ്ങനെ പോയാൽ ചിലപ്പോൾ നമുക്ക് എറർ വരും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിപ്ലൈ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരാം. പക്ഷേ ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മൈ മെസ്സേജ്, ഐ ഹോപ്പ് യു വിൽ ബെനിഫിറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, ജീസസ് ക്രൈസ്റ്റ് എവിടെയെങ്കിലും ദ ഹോൾ ബൈബിളിൽ, ഇപ്പം നമ്മൾ ന്യൂ ടെസ്റ്റമെൻ്റ് ആണല്ലോ ജീസസ് ക്രൈസ്റ്റിൻ്റെ സമയം കഴിഞ്ഞ് ഇറങ്ങിയതാണ് ന്യൂ ടെസ്റ്റമെൻ്റ് ഏകദേശം പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ സമയം കഴിഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ നിന്ന് പോയ ശേഷം 50 കൊല്ലം തൊട്ട് 100 കൊല്ലം, ഓക്കെ, 50 years to 100 yearsനിടയിലാണ് ഈ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ബുക്സ് വരുന്നത്. ഓക്കെ, അതിനകത്ത് സെയിൻറ്റ് പോളിൻ്റെ 13 പുസ്തകങ്ങളുണ്ട്, മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക് ആൻഡ് ജോണിൻ്റെ 4 പുസ്തകങ്ങളുണ്ട്, പിന്നെ ബാക്കിയുള്ള പുസ്തകങ്ങൾ ആക്സ്, റെവലേഷൻ, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഏകദേശം 50 കൊല്ലം മുതൽ 100 കൊല്ലത്തിനുള്ളിൽ ഇടയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഇപ്പം സെയിൻറ്റ് പോളിൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ അതിനകത്ത് ജീസസ് ക്രൈസ്റ്റ് ആ സമയത്ത് ഓൾറെഡി പോയി കഴിഞ്ഞു, ഇല്ല. ബാക്കിയുള്ള പുസ്തകങ്ങൾ എടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ജീസസ് ക്രൈസ്റ്റ് സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ, അതായത് ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കുക എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കുക, ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നേരിട്ട് ഒരു വാക്ക് നമുക്ക് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. അതിപ്പം ചില ആൾക്കാർക്ക് ഇത് കേട്ടിട്ടില്ല എങ്കിൽ ഇതൊരു റിസർച്ച് ചെയ്യാനുള്ള, സ്റ്റഡി ചെയ്യാനുള്ള ഒരു പോയിൻ്റാണ്. നിങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. മറിച്ച് ജീസസ് ക്രൈസ്റ്റ്, ഓക്കെ, നമ്മൾ കാണുന്നു ജീസസ് ക്രൈസ്റ്റ് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്നും പിറന്ന ഒരു കുട്ടിയായിട്ട് വന്നു, അല്ലേ? അത് ജീസസ് ക്രൈസ്റ്റിന് ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു. ഒരു കുട്ടിയായിട്ട്, ചെറിയ കുട്ടിയായിട്ട് കാലിത്തൊഴുത്തിൽ പിറന്നു എന്ന് പറയുന്നു. അപ്പം മേരിയുടെ മകനായിട്ട്, മറിയത്തിൻ്റെ മകനായിട്ട് ജീസസ് ക്രൈസ്റ്റ് പിറന്നു. അപ്പോൾ ആ ജീസസ് ക്രൈസ്റ്റിന് ഒരു തുടക്കമുണ്ട്. ഇപ്പം ദൈവത്തിന് തുടക്കമില്ല. ഓക്കെ, ജീസസ് ക്രൈസ്റ്റ് പിറന്നു. ഇനി അത് കഴിഞ്ഞിട്ട്
ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ മിറക്കിൾസ് കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് ഖുറാനും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഖുറാൻ ആക്ച്വലി ജീസസ് ക്രൈസ്റ്റിൻ്റെ ബൈബിളിൽ ഇല്ലാത്ത 1-2 മിറക്കിൾസ് കൂടെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്. അതായത് ഒരു പക്ഷിയുടെ ഒരു ഷേപ്പ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിനെ ഊതുമ്പം ആ ബേർഡ് പക്ഷി പറന്നു പോവും ബൈ ദ പെർമിഷൻ ഓഫ് ഗാഡ് എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെയും വേറെ 1-2 മിറക്കിൾസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബൈബിളിൽ ഇല്ലാത്തതും പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു വരുന്നത് ജീസസ് ക്രൈസ്റ്റിന് നമുക്കറിയാം ഒരു തുടക്കമുണ്ടായിരുന്നു. ദൈവത്തിന് തുടക്കമില്ലല്ലോ. ദൈവം ഒരിക്കലും തുടക്കമില്ല, അവസാനമില്ല. ദൈവം കാലാകാലം, അതായത് നമ്മുടെ ഈ സമയവും സ്ഥലവും എല്ലാം ക്രിയേറ്റ് ചെയ്ത ഗോഡാണ്. അതിന് മുമ്പ് ഗോഡുണ്ട്. അത് നമുക്ക് നമ്മുടെ അറിവിന് പുറത്താണ് അതിൻ്റെ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ്. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്, ബിയോണ്ട് അവർ റീച്ച്, റൈറ്റ് അല്ലേ? അപ്പോൾ ജീസസ് ക്രൈസ്റ്റിന് തുടക്കം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്ക്. അങ്ങനെ തുടക്കമുണ്ടായിരുന്ന ഒരു സൃഷ്ടിയാണ് ജീസസ് ക്രൈസ്റ്റ്. ആ സൃഷ്ടിക്ക് ഗോഡിൻ്റെ ക്വാളിറ്റീസ്, തുടക്കം ഒരു ജനനം എടുത്ത ഒരു സൃഷ്ടിക്ക് പിന്നെ ഗോഡിൻ്റെ ക്വാളിറ്റി അവിടെ കാണുന്നില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇനി അഥവാ ഈ മിറക്കിൾസൊക്കെ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ ഗോഡ് എന്ന് കണക്കാക്കുന്നതെങ്കിൽ ഇതുപോലെ വേറെയും പല പ്രവാചകന്മാരും ബൈബിളിലും ഖുറാനിലും പറയുന്നുണ്ട് ഇവർ മിറക്കിൾസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പലരും കാണിച്ചിട്ടുണ്ട്. ഇനി അഥവാ ജീസസ് ക്രൈസ്റ്റ് അച്ഛനില്ലാതെ അല്ലെങ്കിൽ വാപ്പ ഇല്ലാതെ, ഫാദർ ഇല്ലാതെ പിറന്നു എന്നതാണ് നമുക്കൊരു ഗോഡായിട്ട് കണക്കാക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായിട്ട് കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം എങ്കിൽ പിന്നെ ആഡമിന് മദറും ഇല്ല, ഫാദറും ഇല്ല. അപ്പോൾ ആഡം, ജീസസിന് അറ്റ്ലീസ്റ്റ് മദറുണ്ട്, ആഡമിന് മദറും ഇല്ല, ഫാദറും ഇല്ല. അപ്പോൾ അത് ആലോചിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ഒരിക്കൽ ഒരാൾ വന്നിട്ട് ജീസസിനോട് അഡ്രസ്സ് ചെയ്തു ഗുഡ് മാസ്റ്റർ എന്ന് വിളിച്ചു. ഓക്കെ, ഗുഡ് മാസ്റ്റർ, ഇംഗ്ലീഷിൽ ഗുഡ് മാസ്റ്റർ. ജീസസിന് ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, എന്തിനാണ് നീ എന്നെ ഗുഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്? ഞാനല്ല ഗുഡ് ആ ദൈവമാണ്, ആ ദൈവമാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഞാനല്ല, ആ ദൈവമാണ്. അപ്പം അതാണ് ചോദിക്കുന്നത്. അപ്പം ദൈവം അതാണെന്ന് ജീസസ് ക്രൈസ്റ്റ് കാണിച്ചപ്പോൾ ഞാനല്ല ഗുഡ്, എന്നെ ഗുഡെന്ന് വിളിക്കരുത്, അതാണ് ഗുഡെന്ന് പറഞ്ഞാൽ പിന്നെ ഗോഡ് ആകുന്നില്ല അല്ലേ? യുക്തിക്ക് യോജിക്കുന്നില്ല. അത് ജസ്റ്റ് ഒരു അഡീഷണൽ പോയിന്റ് ഞാൻ പറയാം. ഇനി ജീസസ് ക്രൈസ്റ്റ് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും ജീസസ് ക്രൈസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു അത്തിമരത്തിൻ്റെ അടുത്തേക്ക് ജീസസ് ക്രൈസ്റ്റ് പോയി പഴം കഴിക്കാനായിട്ട്. പക്ഷെ അവിടെ പഴം ഉണ്ടായിരുന്നില്ല, കാരണം ആ കാലാവസ്ഥ ആയിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു ജീസസ് ക്രൈസ്റ്റ്. ഗാഡിൻ്റെ ക്വാളിറ്റി പെട്ടതല്ല ഭക്ഷണം കഴിക്കൽ. ഭക്ഷണം ഗാഡിൻ്റെ ക്വാളിറ്റി പെട്ടതല്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ജീസസ് ക്രൈസ്റ്റ് സ്വന്തമായിട്ട് പറയുന്നത്, അതായത് ഇത് ജോണിൽ 5:30. ഓക്കെ, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ജീസസ് ക്രൈസ്റ്റ് എടുത്തു പറയുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അപ്പം ഗാഡിൻ്റെ കഴിവിൽ പെട്ടതല്ലല്ലോ, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു ഗാഡിന് യോജിക്കുന്ന കാര്യമല്ല. ഓക്കെ, അത് ഗാഡിൻ്റെ ക്വാളിറ്റി പെട്ടതല്ല. ഇനി ആലോചിച്ച് നോക്ക്, ഒരിക്കൽ ജീസസ് ക്രൈസ്റ്റിനോട് ഒരാൾ വന്ന് ചോദിച്ചു, എപ്പോഴാണ് ഈ ലോകാവസാനം? ഓക്കെ, എൻഡ് ടൈം, ഡൂംസ് ഡേ. ജീസസ് പറഞ്ഞു, അത് എനിക്ക് അറിഞ്ഞുകൂടാ, മാലാഖമാർക്കും അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ, ഇത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എപ്പോൾ സംസാരിക്കുമ്പോഴും എടുത്തെടുത്ത് പറയുന്നത് ആ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് സ്വന്തമായിട്ട് പറയുന്നത്, ഞാൻ ദൈവമല്ല, ആ ദൈവത്തിന് മാത്രം, അവനാണ് ഗുഡ്, അവന് മാത്രമേ അറിയാവുള്ളൂ, അവന് മാത്രമേ കഴിവുള്ളൂ, എനിക്ക് കഴിവില്ല. ഇതെല്ലാം എടുത്തെടുത്തെടുത്ത് പിന്നെ പറയുന്നുണ്ട് ബൈബിളിൽ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ജീസസ് ക്രൈസ്റ്റ് പലയിടത്തും പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ലേ? ആ ലാസറസ് മരിച്ചുപോയ സമയത്ത് ലാസറസിൻ്റെ സിസ്റ്റർ വന്ന് പറഞ്ഞ് ലാസറസ് മരിച്ചുപോയി. അങ്ങനെ ജീസസ് ക്രൈസ്റ്റ് ലാസറസിൻ്റെ ടോംബിൽ, ശ്മശാനത്തിൽ പോയി, കവറിൻ്റെ അടുത്ത് പോയി
കൈ ഉയർത്തി പടച്ചവനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ലാസറസിനോട് പറഞ്ഞ് എണീക്കുക. അപ്പോൾ ഈ ജീസസ് ക്രൈസ്റ്റ് ആരോടാണ് പ്രാർത്ഥിച്ചത്? അവർ ദൈവം വേറൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? അപ്പോൾ രണ്ട് ദൈവങ്ങളായില്ലേ? അപ്പോൾ ഇതാണ് അടുത്തൊരു കാര്യം നമുക്ക് ആലോചിക്കേണ്ടത്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത്? അതല്ല ദൈവം നമ്മുടെ പ്രാർത്ഥിക്കേണ്ട ദൈവം. ഇനി അടുത്തൊന്ന് ആലോചിച്ച് നോക്ക്. ജീസസ് ക്രൈസ്റ്റ് ഈ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദ എൻഡ്, ജീസസ് ക്രൈസ്റ്റിനെ പിടിക്കാൻ ഒറ്റുകൊടുത്തു. പിടിക്കാനായിട്ട് റോമൻ സോൾജിയേഴ്സ് വന്നു. ജീസസ് ക്രൈസ്റ്റ് ഗെത്ശമനി എന്ന് പറയുന്ന ആ ഗാർഡനിൽ പോയി. അവിടെ പോയിട്ട് ജീസസ് ക്രൈസ്റ്റ് നെറ്റി താഴെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിച്ചത്. ഇന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ക്രിസ്ത്യൻ പള്ളികളും എൻ്റെ അറിവിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിച്ചതുപോലെ എവിടെയും പ്രാർത്ഥിക്കുന്നില്ല. മുട്ടുകുത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന മുസ്ലിങ്ങളുടെ പള്ളിയിൽ, ഏത് പള്ളിയിൽ പോയാലും, അത് ലോകത്തിൽ എവിടെ പോയാലും, സുജൂദ് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ പ്രോസ്ട്രേഷൻ എന്ന് പറയും, ആ പ്രാർത്ഥന ജീസസ് ക്രൈസ്റ്റ് ചെയ്തതായിട്ട് എടുത്തു പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് നെറ്റി നിലത്ത് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ആരോടാണ് ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിച്ചിരുന്നത്? ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അല്ലെങ്കിൽ ഈ കപ്പ് എന്നിൽ നിന്നും നീക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ആരോടാണ്? ആ ദൈവമല്ലേ ദൈവം? ആ ദൈവത്തോടല്ലേ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്? ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിച്ച ദൈവത്തോട് അല്ലേ? ഇനി അടുത്തത്, ജീസസ് ക്രൈസ്റ്റ് പലപ്പോഴും ആൾക്കാർ ജീസസ് ക്രൈസ്റ്റിനെ പലപ്പോഴും പല ഘട്ടത്തിലും ആൾക്കാർ അത് കാണാം. മാത്യു 21:11 കാണാം. ജനങ്ങൾ ജീസസ് ക്രൈസ്റ്റിനോട് പറഞ്ഞത് ഇതൊരു പ്രോഫറ്റാണ്. അതായത് മാത്യു 21:11 നോക്കുകയാണെങ്കിൽ കാണാം. അവിടെ ജനങ്ങൾ പറയുന്നു ഇതൊരു പ്രോഫറ്റാണ്. നാസറത്തിൽ നിന്ന്, ഗലീലിയിലുള്ള നാസറത്തിൽ നിന്നുള്ള പ്രോഫറ്റാണെന്ന് പറയുന്നു. ഇനി അതേപോലെ തന്നെ ലൂക്ക് 7:16 അവിടെ പറയുന്നു ഒരു മിറക്കിൾ കാണിച്ച ശേഷം ജനങ്ങൾ പറയുന്നു എ ഗ്രേറ്റ് പ്രോഫറ്റ് ഹാസ് അപ്പിയർഡ് അമംഗ് us. ഒരു പ്രോഫറ്റ്, വലിയൊരു പ്രോഫറ്റ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ ജീസസ് സ്വന്തമായിട്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലൂക്ക് 13:33 ജീസസ് ക്രൈസ്റ്റ് സ്വന്തമായിട്ട് പറയുന്നു. അതുപോലെ മാർക്ക് 6:4 സ്വന്തമായിട്ട് ജീസസ് ക്രൈസ്റ്റ് പറയുന്നു ഇറ്റ് കനോട്ട് ബി ദാറ്റ് എ പ്രോഫറ്റ് ഷുഡ് പെരിഷ് ഔട്ട്സൈഡ് ഓഫ് ജെറുസലേം. ഒരു പ്രവാചകന് ജെറൂസലേമിൻ്റെ പുറത്ത് വെച്ച് മരണമടയാൻ പാടില്ല എന്ന് അർത്ഥം വരുന്ന ഇറ്റ് കനോട്ട് ബി ദാറ്റ് എ പ്രോഫറ്റ് ഷുഡ് പെരിഷ് ഔട്ട്സൈഡ് ഓഫ് ജെറുസലേം. ഇത് ലൂക്ക് 13:33 അതേപോലെ തന്നെ മാർക്ക് 6:4 പറയുന്നു എ പ്രോഫറ്റ്, ജീസസ് ക്രൈസ്റ്റിന് സ്വന്തം വാക്ക് എ പ്രോഫറ്റ് ഈസ് നോട്ട് വിത്തൗട്ട് ഓണർ എക്സെപ്റ്റ് ഇൻ ഹിസ് ഓൺ ഹോം ടൗൺ. അതായത് ഒരു പ്രവാചകന് ഒരു ഓണറില്ല. അതായത് ഒരു ഓണർ അറിയാമല്ലോ, ഓണർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റസ് ഇല്ല, എക്സെപ്റ്റ് പുറത്തുണ്ടാവും, അവരുടെ സ്വന്തം പട്ടണത്തിൽ ഓണറില്ല എന്ന് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് സ്വന്തമായിട്ട് പറയുന്ന ഒരു പ്രവാചകൻ ഇല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രവാചകൻ, ഞാനൊരു പ്രവാചകനാണെന്നാണ് അവിടെ ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മുടെ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ, അതായത് നമ്മുടെ സാൽവേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലല്ലേ? അതായത് ജീസസ് ക്രൈസ്റ്റ് ആരോട് പ്രാർത്ഥിച്ചു, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നതല്ലേ നമ്മുടെ യഥാർത്ഥത്തിൽ സാൽവേഷൻ്റെ ശരിയായ രീതി. ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലൊരു കക്ഷി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏതാണ് ഏറ്റവും വലിയ വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ഓൾ ദ കമാൻഡ്മെൻറ്റ്സ് എന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ അല്ലേ? അപ്പം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു ദി ബിഗ്ഗസ്റ്റ് ഓഫ് ഓൾ ദ കമാൻഡ്മെൻറ്റ്സ് ഈസ് ഹിയർ ഓ ഇസ്രായേൽ. വർഷിപ്പ് യുവർ ലോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഓൾ യുവർ സോൾ, ഓൾ യുവർ മൈൻഡ് അല്ലേ? നമ്മുടെ എല്ലാ സ്ട്രെങ്ത്തും കൊണ്ട് നമ്മൾ ആ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലുള്ള ഒരു കാര്യം ജീസസ് ക്രൈസ്റ്റ് എടുത്ത് പറഞ്ഞു. അതായത് അതാണ് ഏറ്റവും വലിയ കമാൻഡ്മെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ ഒരു സന്ദേശത്തിലുള്ളത്, നമ്മൾ എല്ലാവരും അത് മുസ്ലിങ്ങളായാലും അത് ക്രിസ്ത്യൻസ് ആയാലും നമ്മൾ എവിടെ നിൽക്കുന്നോ, അതായത് നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട്
ഖുർആൻ എന്താണെന്ന് പറയുന്നത് നമ്മൾ അറിയുക. നമ്മൾ ഒരു മുസ്ലിം ഫാമിലി ജനിച്ചു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു എന്നിരുന്നത് കൊണ്ട് നമ്മൾ ഒഴുക്കിൻ്റെ കൂടെ പോകേണ്ട കാര്യമുണ്ടോ? അതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം ആലോചിച്ച് മനസ്സിലാക്കി വായിച്ച് അറിഞ്ഞ് ചിന്തിച്ച് നമുക്കൊരു തീരുമാനത്തിൽ ഇതാണ് ശരി, അതാണ് തെറ്റ്, എന്താണ് ശരി എന്നുള്ള അറിയാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവ് വെച്ചിട്ട് നമ്മൾ പോകുന്നതല്ലേ ശരി, അതല്ലേ ശരി. അതല്ല നമ്മൾ ഇമോഷണൽ ഫാക്ടർ മാത്രം നമ്മൾ കണക്കിലെടുത്ത് അങ്ങനെ പോകുന്നതാണോ ശരി? ഒരു കാര്യം ആലോചിക്കേണ്ടത്, എൻ്റെ വാപ്പ ഒരു ഡോക്ടറാണെങ്കിൽ ഞാൻ ഡോക്ടർ ആകണമെന്നില്ല. ഞാൻ എൻജിനീയർ ആകാം, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് മാൻ ആകാം, അല്ലെങ്കിൽ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം. അപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ തൊഴിൽ അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ അതേ രീതി ഫോളോ ചെയ്ത് ഞാൻ പോകണമെന്നില്ല. ഐ വിൽ ചൂസ് സംതിങ് ബെറ്റർ ഓർ സംതിങ് ദാറ്റ് ഐ ഫീൽ ഈസ് ബെറ്റർ, അല്ലേ? അപ്പം വെൻ ഇറ്റ് കംസ് ടു ഫെയ്ത്ത്, വെൻ ഇറ്റ് കംസ് ടു റിലീജിയൻ, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബം ഇത് പറയുന്നു, നമ്മുടെ കുടുംബം ഒന്നെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, ഞാനും അത് തന്നെ ആ വഴി തന്നെ പോകണം എന്ന് നമ്മൾ എന്തിനാണ് അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് ദൈവം തന്ന കഴിവ് ഉപയോഗിച്ച് കണ്ണ്, ചെവി, നാവ്, നമ്മുടെ ബ്രെയിൻ, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്കും പഠിക്കാനും സംസാരിക്കാനും ചോദിക്കാനും മനസ്സിലാക്കാനും ശരി എന്താണ് തെറ്റാണെന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ ഇത് ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കണം. ഓക്കെ, ഇത് വാഗ്വാദത്തിനോ തർക്കത്തിനോ അല്ലെങ്കിൽ അതല്ല, നമ്മുടെ എല്ലാവരുടെയും സാൽവേഷൻ കിടക്കുന്നത് ദൈവത്തിനെ അറിയുക, ആ ദൈവത്തിനെ ആരാധിക്കുക. അത് അവിടെ തെറ്റ് പറ്റിയാൽ നാളെ നമ്മൾ ഞാനായാലും നിങ്ങളായാലും തെറ്റ് ആർക്ക് പറ്റുന്നോ ആ തെറ്റിന് പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സമയമില്ല, അല്ലേ? കറക്റ്റ് ചെയ്യാനുള്ള സമയം ഇവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയമുള്ളത്. നാളെ വെൻ ഐ ഡൈ ദർ ഈസ് നോ മോർ ചാൻസ്. എനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല, തിരിച്ചു വന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് പോസിറ്റീവായിട്ട് എടുക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. ചോദ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം. അവഹേളനം, അതേപോലെ തന്നെ ആക്ഷേപം, മോശമായ ഭാഷ ഉപയോഗിക്കുക, ഇതിൽ അർത്ഥമില്ല. ഐ വിൽ ഇഗ്നോർ ഇറ്റ്. അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകത്തില്ല. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്ചേഞ്ചിങ് തോട്ട്സ്, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ലിസൺ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ എല്ലാവരെയും നേരായ വഴിയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം അതിനു മുമ്പ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലി, whoever is your relatives അയച്ചു കൊടുക്കുക. ഓക്കെ, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് once again and may God bless you.